ഞാൻ നമ്മുടെ നാടിനോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇനി ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ രാജ്യദ്രോഹി എന്ന് മുദ്രവെത്താനായിട്ട് നിൽക്കരുത്. കാര്യം ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ജോലിയാണ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത്. അത് വളരെ ബുദ്ധിപരമായിട്ട് നോക്കിയും കണ്ടും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായുള്ള ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും H1B വിസ എന്ന്. നിങ്ങൾ വിചാരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് വേറെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന്. ഞാൻ പറയുന്നു, ഒരു റോഡിൻ്റെ സൈഡിൽ പെട്ടിക്കട ഇട്ടുകൊണ്ടിരിക്കുന്ന ആളിനെ വരെ അത് ബാധിക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് പല പിള്ളേരും കഷ്ടപ്പെട്ട് ലോണും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം അവർ പുറത്ത് പഠിക്കാനായിട്ട് പോയി. അവിടെ ഇപ്പോൾ ടെക് ഇൻഡസ്ട്രിയിൽ അവർ ജോലി കയറി. പെട്ടെന്ന് ഇപ്പോൾ H1B വിസയുടെ ഇങ്ങനെ ഒരു നിയമം വന്നു. ഇത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാമെന്ന് എന്തുവാ, 3,20,000 ആൾക്കാരെ ജോലി എന്തായാലും പോകും യുവാക്കളുടെ. ഇത് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവർക്ക് ഈ ലോൺ അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇവർ ഇത്രയും നാൾ ഇവരെ നാട്ടിലോട്ടും വീട്ടിലോട്ടും അയച്ചുകൊണ്ടിരുന്ന പൈസയുടെ ആ ഒരു വരുമാനം നിൽക്കും. ഈ കുടുംബങ്ങളെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് കുറയും. അപ്പം നമ്മുടെ നാട്ടിൻ്റെ പർച്ചേസിംഗ് പവർ കുറയും. നമ്മുടെ നാട്ടിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ പ്രൈവറ്റ് കൺസപ്ഷനെ അത് ബാധിക്കും. നമ്മുടെ നാട്ടിൻ്റെ പ്രൈവറ്റ് കൺസപ്ഷനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ GDP ബാധിക്കും. നമ്മുടെ നാട്ടിൻ്റെ GDP കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ തകരും. കാര്യം ഞാൻ ഒരിക്കലും ഒരു അമേരിക്കൻ ഫാനോ അല്ലെങ്കിൽ ട്രംപ് ഫാനോ തേങ്ങയൊന്നും അല്ല. പക്ഷേ നമ്മൾ ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞതിന് ശേഷം കാര്യമില്ല. നമ്മളൊക്കെ വളരെ കുറച്ച് മാത്രം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഓരോ ഇൻഡസ്ട്രി ആയിട്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കുക. ടെക് ഇൻഡസ്ട്രി ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ അവന്മാർ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ കയറി കൈവച്ചിട്ടുണ്ട്. അതിനുശേഷം ടെക്സ്റ്റൈലിൽ കൈവച്ചു. ഇനി അവന്മാർ ഇലക്ട്രോണിക്സിനൂടെ കൈവച്ച് കഴിഞ്ഞാൽ അതും ചൈനയ്ക്ക് ഉപയോഗമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടുള്ള സാധനമാണ്. അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും പറയുന്നത് പോലെ, അല്ല യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ട്രംപിനെ മുട്ടുകുത്തിക്കാൻ പോകുന്നു, ഇന്ത്യയുടെ അടുത്താണോ നിങ്ങളെ കളി എന്നൊക്കെ നമുക്ക് പറയാനേ കൊള്ളാവും. ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് അവർ പറയുന്ന എന്താണോ സംഭവം അതിനനുസരിച്ച് നമ്മൾ പോയേ പറ്റൂ. ഇന്ന് രാജ്യം അവരുടെ കൺട്രോളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് യുവാക്കളുടെ കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒരുപാട് യുവാക്കളുടെ ജോലിയും കാര്യങ്ങളും നഷ്ടപ്പെടും.